ഭദ്രമായി ബാഗിലെടുത്തു വെച്ചിരുന്ന ചില രേഖകൾ കാണാനുണ്ടായിരുന്നില്ല. സുമ മാറ്റിവെച്ചാണെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനൊന്നും പറഞ്ഞില്ല. ഇന്റർവ്യൂവിന് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ഞാൻ നേരത്തെ ഭദ്രമാക്കി വെച്ചതുകൊണ്ട് യാത്രക്ക് തടസ്സമുണ്ടായിരുന്നില്ല. CK ജലീൽ. ഹോ, ഫ്രണ്ട് വിളിക്കാൻ തുടങ്ങി. സുമേ പ്ലീസ്, ആ ബസ് കിട്ടിയില്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും. ആ ഫോണിൽ തന്നെ. നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് എറണാകുളത്തേക്ക് ഒരു യാത്ര? ഞാനും കൂടെ ഒന്ന് അറിയണല്ലോ. ഒരു ഹോസ്പിറ്റൽ കേസാണ് പുന്നാര സുമേ. എന്ത് ഹോസ്പിറ്റൽ കേസ്? ആരെ ഹോസ്പിറ്റലില്? നിങ്ങൾക്ക് എന്താ അതിൽ കാര്യം? നീ ആ ഫോണൊന്നും തരുന്നുണ്ടോ? ഫോൺ തരൂല. എന്നാ നീ അറ്റൻഡ് ചെയ്യ്, എന്നിട്ട് ഞാൻ മരിച്ചു പറ. മരിക്കാൻ പോകുന്നത് ഞാനാ. നിങ്ങൾ എറണാകുളത്ത് പോയാൽ ഉറപ്പാ ഞാൻ തൂങ്ങിച്ചാവും. കുറെ കാലമായാലും തൂങ്ങിച്ചാവാൻ തുടങ്ങിയിട്ട്. എന്നാ ഇന്ന് തന്നെ ആയിക്കോട്ടെ, ബാക്കിയുള്ളവർക്ക് സ്വൈര്യം കിട്ടുമല്ലോ. നിങ്ങൾ എങ്ങനെ ഞാൻ വിടൂല. മനോ, ഏട്ടാ, അല്ല നീ എന്ത് കളിയായി കളിക്കുന്നേ? നിന്നെ കാത്ത് രണ്ടാൾക്കാർ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുന്നു. ഫോൺ ചെയ്തിട്ട് എടുക്കണില്ല എന്ന് പറഞ്ഞു. എടാ എന്താ ഫോൺ എടുക്കാത്തെ? ഏട്ടാ ഫോണ് ഈ ഇടയായിട്ട് നിനക്ക് കൃത്യനിഷ്ഠ വളരെ കുറവാ. അത് ഏട്ടാ ഞാൻ കേട്ടില്ല, ഫോൺ സൈലന്റിലായിരുന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ടേ സുമേ. ആ, ഇപ്പൊ പോയാൽ ട്രെയിൻ കിട്ടുമോ? ആ, ഒന്ന് സ്പീഡാക്കിയാ കിട്ടും. ഞാൻ പോട്ടെ. എന്താണ് കൂടെ കൂടെ ഓരോ കാര്യങ്ങൾ.